സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. അപ്പനും എൻ്റെ അമ്മയും നീ, ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ, മൃത്യുവിങ്കൽ വലഞ്ഞപ്പോൾ, ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ, നിന്റെ ജീവൻ നൽകി എനിക്കായി. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ, മൃത്യുവിങ്കൽ വലഞ്ഞപ്പോൾ, തൂങ്ങി മരിച്ചു നീ, നിന്റെ ജീവൻ നൽകി എനിക്കായി. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികയാണ് നമ്മുടെ ചിന്താവിഷയം. നിങ്ങൾക്കറിയാമല്ലോ, ലവോദിക്ക സഭയ്ക്കുള്ള ദൂത്. ലവോദിക്ക സഭ ആസിയയിലെ 7 സഭകളിൽ, ഏഷ്യ മൈനറിലെ 7 സഭകളിൽ ഒടുവിലത്തെ സഭയാണ് ലവോദിക്ക സഭ. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ യാത്രകളിൽ, മിഷണറി യാത്രകളിൽ ഈ പ്രദേശങ്ങളിലെല്ലാം പോവുകയും അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം വാരി വിതയ്ക്കുകയും ചെയ്ത സ്ഥലമാണ്. ഈ സ്ഥലങ്ങൾ ഓരോന്നും എഫേസോസ്, സ്മർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഈ 7 സഭകൾ. അപ്പോസ്തലൻ നടന്ന് ചെന്ന് എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം വാരി വിതറി. ഇന്നത്തെ യൂറോപ്പിൻ്റെ സ്ഥിതി പറഞ്ഞാൽ എത്ര ദയനീയമാണ്. അന്ന് അപ്പോസ്തലൻ നടന്ന് സഞ്ചരിച്ച് സഭ സ്ഥാപിച്ച ആ സ്ഥലങ്ങളിലെ ഇന്നത്തെ ആത്മീയ സ്ഥിതി എന്ന് പറയുന്നത് ഒന്നുമില്ല, ആത്മീയമില്ലാത്ത സ്ഥിതിയാണ്. ഒരു സമയത്ത് നല്ല ഉയർച്ചയിൽ, നല്ല തേജസ്സിൽ നിന്നവർ ആത്മീയമായി താണു പോകുന്നു. എങ്ങനെയെങ്കിലും വിശുദ്ധന്മാരെ വഞ്ചിച്ച് അതിൻ്റെ സ്വന്തം പോക്കറ്റിലാക്കാനായിട്ട് സാത്താൻ നോക്കുകയാണ്. അവൻ്റെ രാജ്യത്തിലാക്കാൻ, അവൻ്റെ നരകത്തിലാക്കാൻ പിശാച് നോക്കുകയാണ്. എത്രത്തോളം ദൈവമക്കളെ പിശാചിൻ്റെ കസ്റ്റഡിയിലാക്കാൻ പിശാച് നോക്കാൻ ശ്രമിക്കുന്നതോ അത്രത്തോളം കർത്താവും വേദനയോടെ തൻ്റെ ജനത്തെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഈ 7 സഭകൾക്കുള്ള ദൂതിൽ അത് തന്നെയാണ് നാം കാണുന്നത്. വചനം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ ജനം ഇന്ന് പുറമേ സമ്പന്നരായി കഴിയുകയാണ്. സമ്പന്നർ, ഒന്നിനും കുറവില്ലാത്തവരായി കഴിയും. നമുക്ക് വായിച്ച് കേൾക്കാം ലവോദിക്ക സഭയ്ക്കുള്ള ദൂത് 14-ാം വാക്യം മുതൽ. ലവോദിക്കയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ മർമ്മസ്പർശിയായ വാക്കുകളാണ് ദൈവത്തിൻ്റെ ആത്മാവോട് തരുന്നത്. ഹൃദയം ഭേദിക്കുന്ന, ഹൃദയത്തെ പിളർക്കുന്ന വാക്കുകൾ. നിനക്ക് സത്യം നീ അറിഞ്ഞിട്ടില്ല, നിൻ്റെ ധാരണ നീ ധനവാനാണെന്നാണ് സഭയുടെ ദൂതുകൊണ്ട് പറയുകയാണ്. നിൻ്റെ ധാരണ ആത്മീയമായി നീ വളരെ പുഷ്ടിയിലാണെന്നാണ്. ദൈവത്തിന് പ്രസാദകരമായ ജീവിതമാണ് നയിക്കുന്നതാണ് നിൻ്റെ ധാരണ. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല, ഒന്നിനും കുറവില്ല എന്ന്. വാസ്തവത്തിൽ ഇങ്ങനെ പറയുമ്പോൾ പോലും അവൻ നിർഭാഗ്യനാണ്, ദരിദ്രനാണ്, അരിഷ്ടനാണ്. അവനൊന്നുമില്ല, ആത്മീയമായി ഒന്നുമില്ല അവന്. അവനെന്ന് പറഞ്ഞാൽ ആ സഭയെ മൊത്തത്തിൽ പറയുന്നു, സഭയുടെ ദൂതൻ എഴുതുന്ന വചനമാണ്. ആത്മീയമായി കരുത്തൊന്നുമില്ല, ആത്മീയമായി ദൈവം പ്രസാദിക്കുന്ന യാതൊരു മേന്മയുമില്ല. ഇന്ന് അനേകരങ്ങനെയാണ്. എല്ലാവരും പുഷ്ടിയുള്ളവരായിട്ടാണ് തോന്നുന്നത്. പുഷ്ടിയുള്ളവർ ഞാൻ നല്ല ആത്മീയമാണ്, അങ്ങനെ എല്ലാവരെയും പോലെ ഞാൻ മദ്യപാനത്തിനൊന്നും പോകുന്നില്ല, ഞാൻ യഥാർത്ഥ ജീവിതം നയിക്കുന്നില്ല, പുറമേ മ്ലേച്ഛമായ വഴികളിലൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ മാനമര്യാദയായിട്ട് ജീവിക്കുന്നു, ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നു, പിന്നെ കഴിവുള്ളവരൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്നതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ മുഴുവൻ സമയവും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്നെ പോലുള്ളൊരു സാധാരണക്കാരന് സാധിക്കുന്ന കാര്യമല്ല. ഞാനില്ല, അതിന് സാധിക്കില്ല. ഞാൻ സമ്പന്നനാണ്. എനിക്ക് എപ്പോൾ ഞാൻ മരിച്ചാലും ഞാൻ ദൈവരാജ്യത്തിൽ പോകും, എപ്പോൾ മരിച്ചാലും ഞാൻ ദൈവരാജ്യത്തിൽ പോകും. ഒരു വികലമായ ചിന്താഗതി, അബദ്ധമായ ചിന്താഗതി, അതാണ് ഇന്ന് അനേകം പുലർത്തുന്നത്. കാരണം സമ്പന്നനാണ്, ഞാൻ ധനവാനാണ് എന്ന് അവൻ തോന്നുമ്പോൾ അതിന് കാരണമുണ്ട്. പള്ളിയുണ്ട്, യെരൂശലേം ദേവാലയമുണ്ട്, ആണ്ടിൽ ഒരിക്കലെങ്കിലും 3 പെരുന്നാളുകളിൽ ഒരിക്കലെങ്കിലും ആ പെരുന്നാളിന് പോകും. അത്ര നിഷ്ഠയോടുകൂടിയുള്ള അത് മതജീവിതമാണ് നയിക്കുന്നത്. മതപരമായ ജീവിതം, റിലീജിയസ് ലൈഫ് അത്ര നിഷ്ഠയോട് നയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ പള്ളിക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഞാൻ പങ്കാളിയാണ്. ഞാൻ സഭയായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഞാൻ വിശുദ്ധന്മാരുടെ കൗരങ്കിൽ പോവുകയും അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് കുഴപ്പമൊന്നുമില്ല.
ഞാൻ തീർത്ഥയാത്ര പോകും, ചിലപ്പോൾ നടന്നു പോകാനും ഞാൻ തയ്യാറാണ്. എനിക്കതിന് ത്യാഗം സഹിക്കാൻ മടിയൊന്നുമില്ല. ഓരോരുത്തർക്കും അവരുടേതായ ന്യായീകരണങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, എപ്പോഴും ഓർത്തുകൊള്ളൂ, നാം നമ്മുടെ തനതായ അവസ്ഥ തിരിച്ചറിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കെടുതി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ദാവീദ് രാജാവ് പാവം ചെയ്ത് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ടും ദാവീദിന് കുറ്റബോധമില്ല. ദാവീദ് ആരായിരുന്നു? ദാവീദ് സാധാരണപ്പെട്ട ഒരാളല്ലായിരുന്നു, ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു. ദൈവം പ്രത്യേകിച്ച് അനുഗ്രഹിച്ച വ്യക്തിയായിരുന്നു. ദൈവം നയിച്ചു കൊണ്ടുവന്നൊരു വ്യക്തിയായിരുന്നു. ആളുകൾ നോക്കുന്ന വേലയിൽ ദൈവം കൊണ്ടുവന്ന് രാജകീയ സിംഹാസനത്തിൽ ഇരുത്തിയ അനുഗ്രഹീതനായ ഒരു വ്യക്തിയായിരുന്നു ദാവീദ് രാജാവ്. വെറും കുഗ്രാമത്തിൽ വെറും കൺട്രിയായി ജീവിച്ച ഒരു ആടുകൾ പറയുന്ന നടന്ന ചെറുപ്പക്കാരനെ വിളിച്ച് ദൈവം കൊണ്ടുവന്ന് അഭിഷേക തൈലം തലയിൽ ഒഴിച്ച് രാജകീയ സിംഹാസനം കൊടുത്തു, രാജകീയ കിരീടം കൊടുത്തു, രാജകീയ ചെങ്കോൽ കൊടുത്തു. എന്തൊരു അത്ഭുതം! ഇത്രമാത്രം ദൈവം സ്നേഹിച്ച ആ ദാവീദിന് ഒരു പാവം, അതോ പ്രകടമായ പാവം, നിസ്സാരമല്ല, പ്രകടമായ പാവം വന്നിട്ടും ദാവീദിന് കുറ്റബോധം വരുന്നില്ല. ഇന്ന് വന്നിരിക്കുന്നൊരു വലിയ കെടുതി അവനവൻ്റെ പാപം കാണുന്നില്ല എന്നുള്ളതാണ്. പാപം കാണുന്നില്ല. എൻ്റെ സ്വന്തമായ അവസ്ഥ ഇന്നതാണ്, ഞാൻ പരമദരിദ്രനാണ്, ഇത് ഞാൻ അറിയണം. എപ്പോഴും നോക്കിയുള്ളൂ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദാരിദ്ര്യം. ഞാൻ കർത്താവേ, ആത്മീയമായി ഞാൻ ഒന്നുമല്ല, എന്തെങ്കിലും ആണെന്ന് എനിക്ക് തോന്നിയതെല്ലാം ഭോഷ്കാണ്, മണ്ടത്തരമാണ്, എൻ്റെ ജീവിതത്തിലെ അബദ്ധമാണ്. ഞാൻ വചനം പറയുന്നുണ്ട് കർത്താവേ, ഞാൻ സാക്ഷ്യം പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന് വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ പരമദയനീയം. ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കർത്താവേ, ഇതാണ് ഞാൻ കാണേണ്ടത്. എൻ്റെ ഉള്ളത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാക്കണം ഞാൻ പൊള്ളയാണെന്ന്. ആത്മീയമായി എനിക്ക് കാമ്പില്ല, കരുത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. ഞാൻ ഒന്നുമല്ല, അത് നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. 1 വർഷത്തിലേറെ ദാവീദ് കുറ്റബോധമില്ലാത്തനായിരുന്നപ്പോൾ ദൈവം ദാവീദിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവനാഥൻ പ്രവാചകൻ ചെന്ന് സംസാരിച്ചപ്പോൾ പ്രവാചകൻ്റെ നാവിൽ കൂടി വചനം കേട്ടപ്പോൾ അപ്പോഴാണ് ദാവീദിന് കുറ്റബോധം വന്നത്. നോക്കൂ, അവിടെ പ്രവാചകൻ ചെല്ലേണ്ടത് ആവശ്യമാണ്. ദൈവം വരുത്തി, ദൈവം അവിടെ ചെയ്തു. ദൈവം ദാവീദിനെ സ്നേഹിക്കുന്നതുകൊണ്ട്. നമ്മൾ ഈ കൂട്ടായ്മയിൽ വരുമ്പോഴെല്ലാം ദൈവം തരുന്ന കൃപ അതാണ്, നമ്മളെ തന്നെ കാണാനുള്ളൊരു കൃപ. എപ്പോഴും ഓർത്തോളണം, എനിക്ക് എന്നെ തന്നെ കാണണം. കർത്താവ് എന്നെ കാണുന്നത് പോലെ എനിക്ക് എന്നെ തന്നെ കാണണം. എൻ്റെ അവസ്ഥ എനിക്കറിയണം. അനേകർക്ക് പറ്റിയിരിക്കുന്ന അപകടം, പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയിലുള്ള അനേകർക്ക് പറ്റിയിരിക്കുന്ന അപകടം, വചനം കിട്ടുന്നുണ്ട്, വചനം പറയുന്നുമുണ്ട്, എല്ലാം ചിട്ടപ്പെട്ട നല്ല ജീവിതം ഒരു യോഗ്യമായിട്ട് നയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടുള്ളൂ എന്നുള്ള മൂഢധാരണയിലാണ് പോകുന്നത്. മൂഢധാരണ. ദൈവത്തിന് സ്തോത്രം. എന്തിന്? കന്യമാതാവ് പോലും ഊഹിച്ച് യാത്ര ചെയ്ത ഒരാളാണ്. ഊഹിച്ച് യാത്ര ചെയ്തു. യേശു കൂടെ ഉണ്ടായിരിക്കുന്ന ഊഹിച്ച് യാത്ര ചെയ്തു. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. കന്യമറിയാവും യൗസേപ്പ് പിതാവും യേശുവും ബാലനായിരുന്നെന്ന് ഒരുമിച്ച് യെരൂശലേം ദേവാലയത്തിൽ പോയി. ദേവാലയത്തിൽ ഒറ്റയേറെ ആളുകളല്ലേ, 10,000-കണക്കിന് ആളുകൾ കൂടുകയല്ലേ. ലോകത്തെമ്പാടുമുള്ള യഹൂദന്മാരെല്ലാവരും വന്ന് യെരൂശലേം ദേവാലയത്തിൽ കൂടുന്ന വലിയ പെരുന്നാളാണ്. അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. യേശു ക്രിസ്തുവിന് 12 വയസ്സായപ്പോൾ അവരെ പെരുന്നാളിന് അവനെയും കൂട്ടിക്കൊണ്ട് യോസേപ്പ് പിതാവും കന്യമാതാവും ദേവാലയത്തിലേക്ക് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. ബാലനായ യേശു കൂടെ പോകുന്നില്ല. വലിയ തിരക്കല്ലേ, ഭയങ്കര തിരക്കല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമുള്ള തിരക്കാണ്. ആ തിരക്കിൽ യേശു അവിടെ ദേവാലയത്തിൽ തന്നെ നിന്നു. അമ്മയപ്പനും യാത്ര പുറപ്പെട്ടു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. അമ്മയപ്പൻ യേശു കൂടെ ഇല്ല എന്നവർ അറിഞ്ഞില്ല. യേശു അവിടെയും കാണും, ഊഹിച്ചാണ് വരുന്നത്, കാണാതിരിക്കില്ല. ഈ കൂട്ടത്തിൽ വലിയ തിരക്കല്ലേ, കാണും, എവിടെയെങ്കിലും കാണും. 12 വയസ്സായ കൊച്ചല്ലേ, 12 വയസ്സായ കുട്ടി എന്ന് പറയുമ്പോൾ അത്ര ചെറുതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കാണാൻ കുഴപ്പമില്ല, കൈവിട്ട് പോയാലും കുഴപ്പമില്ല. യേശു അവിടെ ഉണ്ടായിരിക്കുന്നത് ഊഹിച്ചു. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ യേശു ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവന് ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ തിരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസത്തെ വഴി പോന്നു കഴിഞ്ഞപ്പോഴാണ്, അയ്യോ യേശു ഇവിടെ,
ആളുകളുടെ തിരക്കം കുറഞ്ഞു വരികയാണ്. ഒരു ദിവസം വഴി, അയ്യോ യേശു എവിടെ? തിരക്കായി നോക്കി, കാണുന്നില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ കാണുന്നില്ല. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ട് പോകുന്നു. യെരൂശലേം ദേവാലയത്തിൽ ഒരു ദിവസത്തെ വഴി യാത്ര ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആ ഒരു ദിവസത്തെ യാത്രക്കാരുടെ കൂട്ടത്തിലും എല്ലാം യേശുവിനെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഒരു ദിവസം ലാപ്സായിപ്പോയി. അപ്പോൾ ദിവസം ടോട്ടൽ 2 ദിവസം ലാപ്സായിപ്പോയി. ഒരു ദിവസം യേശു കൂടെ ഉണ്ടായിരിക്കുന്നത് ഊഹിച്ച് യാത്ര ചെയ്തു. ഒരു ദിവസം ചാർച്ചക്കാരുടെ ഇടയിൽ അവനെ തെരഞ്ഞ് ഒരു ദിവസം നഷ്ടപ്പെടുത്തി. പിന്നെയോ അടുത്ത് 3 നാൾ കഴിഞ്ഞ ശേഷം 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇപ്പോൾ 2 ദിവസം പോയല്ലോ. പിന്നെ ഒരു ദിവസം പുറകോട്ട് നടന്നു. യെരൂശലേം ദേവാലയത്തിൽ നിന്ന് എത്രത്തോളം ഇങ്ങോട്ട് നടന്നു അത്രത്തോളം പുറകോട്ട് നടന്നു. നോക്കൂ, ആകെ 3 ദിവസം പാഴായിപ്പോയി. യേശു കൂടെ ഉണ്ടായിരിക്കുന്നു ഊഹിച്ച്, യേശുവിനെ കാണാതായപ്പോൾ പരിഭ്രമിച്ച്, യാത്രക്കാരിൽ തിരഞ്ഞ് കണ്ടില്ല എന്ന് തോന്നപ്പോൾ കൂടുതൽ പരിഭ്രമത്തോടുകൂടി തിരികെ നടക്കുകയാണ്. ജീവിതത്തിൽ നിന്ന് അനേകരും ഊഹിച്ച് യാത്ര ചെയ്യുന്നവരാണ്. ചിലർ ഞാൻ സമർപ്പിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, അപ്പോൾ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ മാനുഷികമായ ചില ബലഹീനതകളൊക്കെ ഉണ്ടെന്നല്ലേ ഉള്ളൂ, അതൊക്കെ കർത്താവ് ക്ഷമിക്കും എന്നിങ്ങനെയുള്ളൊരു ലാഘവ ബോധത്തോടെ, ലാഘവ ബുദ്ധിയോടെ ഇന്ന് ജീവിക്കുന്ന അനേകം വിശ്വാസികളുണ്ട്. വിശ്വാസികൾ, ഞാൻ തുറന്നു പറഞ്ഞോട്ടെ, നമ്മുടെ ഈ പുരാതന സഭകളിൽ, യാക്കോബായ, ഓർത്തഡോക്സ്, കത്തോലിക്ക, മാർത്തോമാ മുതലായ സഭകളിൽ, എപ്പിസ്കോപ്പൽ സഭകളിൽ ശിശുവായിരിക്കുമ്പോൾ സ്നാനപ്പെട്ടാൽ മതി, പിന്നെ ഒന്നും പേടിക്കാനില്ല. പിന്നെ പള്ളിയിൽ പോയി കുർബാന കൊള്ളണം, മറ്റും എല്ലാ ഞായറാഴ്ചയും കുർബാന കൊള്ളണം എന്നിങ്ങനെ ധരിക്കുന്നൊരു വലിയ കൂട്ടം ആളുകളുണ്ട്. അച്ഛന്മാർ അങ്ങനെയാണ് ധരിപ്പിക്കുകയും ചെയ്യും. ഒന്നും പേടിക്കണ്ട, നിങ്ങൾ കർത്താൻ തിരിച്ചറിയും രക്തവും ഭക്ഷിച്ചാൽ മതി, പാനം ചെയ്താൽ മതി, ഒരിക്കൽ പേടിക്കേണ്ട, ദൈവരെ തിരുത്തും. പാവങ്ങൾ, എട്ടും പൊടുത്തിരിയാത്ത സാധുക്കൾ അത് കണ്ണുടച്ച് വിശ്വസിച്ച് നാശത്തിലേക്ക് പോകുന്നു. എന്തുമാത്രം ആളുകളാണ് പോകുന്നത്. നിങ്ങൾക്ക് ആ കാര്യം പിടികിട്ടിയാൽ എങ്ങനെ എൻ്റെ കർത്താവ് ഇത് ആളുകളെ ധരിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. എങ്ങനെ ധരിപ്പിക്കേണ്ടു ജനത്തെ? ഈ കാര്യം എങ്ങനെ ധരിപ്പിക്കേണ്ടു? ഒരു ഊഹിച്ചുള്ള യാത്രയാണ്. പള്ളിയിൽ പോകുന്നുണ്ട്, നമസ്കാരം ചൊല്ലുന്നുണ്ട്, കൂട്ടായ്മയിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് കൂട്ടായ്മയിൽ പോകുന്നുണ്ട്. ഞാൻ മാനസാന്തരപ്പെട്ടതാണ്, മദ്യപാനം ഉപേക്ഷിച്ചു, വളരെ ജീവിതബന്ധങ്ങൾ ഉപേക്ഷിച്ചു, അഴുക്കായ ജീവിതമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ചിട്ടപ്പെട്ട് ജീവിക്കുന്നു, എനിക്ക് ആരുടെയും പൈസ തട്ടിയെടുക്കണമെന്നില്ല, ഞാൻ എൻ്റെ ആരും തട്ടിയെടുക്കാതെ ഞാൻ സമ്മതിക്കുന്നില്ല, ഞാൻ വളരെ യോഗ്യമായി തന്നെ ജീവിക്കുന്നു എന്നിങ്ങനെയുള്ളതായ ധാരണയിൽ ജീവിതത്തിൽ കാലങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നവീകരണ സഭകൾ, ബ്രദറൻ ചർച്ച്, പെന്തിക്കോസ്റ്റൽ ചർച്ച്, ബാപ്റ്റിസ്റ്റ് ചർച്ച്, പ്രസ്ബിറ്റീരിയൻ ചർച്ച്, ഇങ്ങനെയുള്ള നവീന സഭകളിൽ അവർ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന ധാരണ എന്താണെന്നറിയാമോ? നിങ്ങൾ വിശ്വസിച്ച് സ്നാനമേറ്റാൽ മതി, വിശ്വസിച്ച് സ്നാനമേൽക്കുക. ഇനി പറയുന്നത് ചിലരുടെ നെറ്റി ചുളിയും ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുന്നത്, വിശ്വസിച്ച് സ്നാനമേൽക്കുക. വിശ്വസിച്ച് സ്നാനമേറ്റാൽ പിന്നെ പേടിക്കാനില്ല. പിന്നെ ഇപ്പോൾ മനുഷ്യനല്ലേ, പാവമൊക്കെ വരും. കുറേ സിനിമ കണ്ടാലിനാ കുഴപ്പം? അല്ല, ഏതെങ്കിലും ഒരു അരുതാത്ത കാര്യത്തിന് പോയാൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ സ്നാനപ്പെട്ടതല്ലേ, മരിച്ചു, കുഴിച്ചിടപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെയുള്ള വലിയൊരു അബദ്ധത്തിൽ കുടുങ്ങിയാണ് ഇന്ന് നവീകരണ സഭകൾ പോകുന്നത്. നവീകരണ സഭകൾ, സുവിശേഷ വിഹിത സഭകൾ പോകുന്നത് ഇങ്ങനെയാണ്. സ്നാനപ്പെട്ടു, 10, 20, അല്ലെങ്കിൽ 30, 40 വയസ്സുകാരാണ് സ്നാനപ്പെട്ടത്, പിന്നെ ഓൾ റൈറ്റ്, ജലത്തിൽ ക്രിസ്തുവിനെ സാക്ഷിച്ചു, അതിനനുസരിച്ചു, ഇനി പേടിക്കാനൊന്നുമില്ല. പാവം വരും, മനുഷ്യനല്ലേ, പാവം വരും. പാപം വരുന്നതിനെക്കുറിച്ച് ചിന്തയില്ല, പാവം വരുന്നതിനെക്കുറിച്ച് അല്പം പോലൊരു വേദനയില്ല, അതൊരു ചിന്താവിഷയമല്ല, ഊഹിച്ചുള്ള യാത്ര. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സമൂഹത്തിൽ ആകെ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു ഭോഷ്കിൻ്റെ ആത്മാവാണ്. ഭോഷ്കിൻ്റെ ആത്മാവ്, അശുദ്ധിയുടെ ആത്മാവ്, തിന്മയുടെ ആത്മാവ്, അസത്യത്തിൻ്റെ ആത്മാവ്. പിശാച് ഭോഷ്ക്ക് വിശ്വസിക്കുമാറ് എൻ്റെ വ്യാപാരശക്തി അയക്കുന്ന ഒരു വാക്യമുണ്ട്. ഭോഷ്ക്ക് വിശ്വസിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. കർത്താവ് കൂടെ കാണും, സംശയിക്കാനില്ല. ഈ ചിന്താഗതിയാണ് നല്ല അനേകർക്കുള്ളത്. ഓരോരുത്തർക്ക് അവരവരിലേക്ക് നോക്കി ചില സംതൃപ്തി വിടാൻ ചില കാര്യങ്ങളുണ്ട്. ഒരു സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ചെയ്ത ചില ത്യാഗങ്ങൾ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത ചില ത്യാഗങ്ങൾ, നിങ്ങൾ ചെയ്ത ചില വേലകൾ, ഇതെല്ലാറ്റിലും സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ്.
അരിഷ്ടഭാവിയായി നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നില്ല. അരിഷ്ടഭാവിയായിട്ട്, അയ്യോ കർത്താവേ, ഇന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ കർത്താവേ അവിടുത്തെ രാജ്യത്തിലെത്താൻ എനിക്ക് സാധ്യമല്ലല്ലോ എന്നുള്ള തിരിച്ചറിവാണ് ആവശ്യം. ഇന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ, ഇന്നത്തെ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയിൽ അവിടുത്തെ പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടുന്ന ഉദ്യാനത്തിൽ പ്രവേശിക്കാൻ എനിക്ക് യോഗ്യതയില്ലല്ലോ. ശുചിയോട് ശുദ്ധിയ ബസ്കുദിശ സ്പർശിച്ചുള്ള ഒരു പാദങ്ങൾ പൊക്ക് ഉദ്യാന ദ്വാരങ്ങൾ വാനവരത്ത് വസിക്കണമെന്നൊക്കെ ഞാൻ പാടും. ബസ്കുദിശയിൽ വെടിപ്പോടെ ചവിട്ടിയ ഈ പാദങ്ങൾ നരകത്തിയിൽ എരിയാൻ ഇടവരല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പുരോഹിതന്മാരുടെ കാലുകൾ വിശുദ്ധ സ്ഥലത്ത് ചവിട്ടിയ കാലുകളാണ്. ശുചിയോട് ശുദ്ധിയ, ശുചി വെടിപ്പ്, ശുചിയോട് ശുദ്ധിയ ബസ്കുദിശ സ്പർശിച്ചുള്ള ഒരു പാദങ്ങൾ, അത് അവിടെ ചവിട്ടിയ പാദങ്ങൾ ഉദ്യാനദ്വാരങ്ങൾ ബുക്ക് സ്വർഗീയ പ്രദേശയുടെ വാതിലുകളിൽ പ്രവേശിച്ച് ബുക്ക് ഉദ്യാനദ്വാരങ്ങൾ വാനവരത്ത് വസിക്കണം. എന്തെളുപ്പ പാടല്ലേ, പാടാം. സ്വർഗീയന്മാരോടൊത്ത് വസിക്കണമെന്നാണ് പാടുന്നത്. ഇതുപോലെ ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? ചിന്തിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, അനേകർക്ക് ഇത് ചിന്തയില്ല. പോസ്റ്റിൽ ആശ്രയിച്ചങ്ങ് പോവുകയാണ്, അബദ്ധത്തിൽ പോവുകയാണ്, നാശത്തിലേക്ക് പോവുകയാണ്. കന്യമറിയാവിന് പോലും ഊഹിച്ച് യാത്ര ചെയ്യേണ്ട യേശു കൂടെ ഉണ്ടായിരിക്കുന്ന ഊഹിച്ചു. 3 ദിവസം കന്യമറിയാവിൻ്റെ ജീവിതത്തിലെ പാഴായ 3 ദിവസങ്ങൾ. സ്തോത്രം. ഭാഗ്യം. പിന്നെ വെപ്രാളപ്പെട്ട് തിരിഞ്ഞു, പരിഭ്രമിച്ചു, അന്വേഷിച്ചു, കാണുന്നില്ല, ആരുടെയും കൂട്ട് കാണുന്നില്ല, കഷ്ടം, കാണുന്നില്ല. പിന്നെ തിരികെ നടന്നു. എന്തോരം ഇങ്ങോട്ട് നടന്നോ അത്രയും തിരികെ നടന്നു. വേണം പ്രിയരെ, തിരികെ നടക്കണം. നിങ്ങൾ തിരികെ നടക്കുന്നവരായി തീരണം. ജീവിതത്തിൻ്റെ പാതയോരത്തിലേക്ക് നിങ്ങൾ തിരികെ നോക്കിക്കൊണ്ട് നടക്കണം. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കണം. ഇന്ന് അനേകർക്കും കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. യേശുക്രിസ്തു എനിക്ക് എന്ത് ചെയ്തു എന്നറിയുന്നില്ല, നന്ദിയില്ല. യേശുക്രിസ്തു ചെയ്തതിനെക്കുറിച്ചുള്ള നന്ദിയില്ല, സ്നേഹമില്ല. യേശുവിനുള്ളതായ സ്നേഹമോ നന്ദിയോ ഇല്ല. അതെങ്ങനെ ദൈവത്തിൻ്റെ വേലയൊക്കെ ചെയ്ത് നടക്കും? അതിനൊന്നും ഒരു പ്രയാസവുമില്ല. കാരണം വചനം കയ്യിലുണ്ട്, ദൈവത്തിൻ്റെ വചനം പറയാൻ അറിയാം, ഭാഷ കയ്യിലുണ്ട്. സ്നേഹിതരെ, ഇതൊന്നും അല്ല ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടത്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ് വേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരണം. സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് ഹൃദയത്തിലൊന്ന് ദൈവത്തിന് വേല ചെയ്യണമെന്ന്? ഉണ്ടോ പ്രിയരെ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ഒരു വേല, പരിശുദ്ധാത്മാവ് എന്നിൽ കൂടി ചെയ്യുന്നതായൊരു വേല, ഈ മൺപാത്രത്തിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ തീ പകരുന്നൊരു വേല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ മൺപാത്രത്തിൽ കൂടി, ഈ മൺമയമായ ഈ ശരീരത്തിൽ കൂടി നിത്യനായ ദൈവത്തിൻ്റെ അഭവപ്രകാശം കടന്നു വരണമെന്നുള്ളതായ ആഗ്രഹം, നിത്യനായ ദൈവത്തിൻ്റെ ജ്വലിക്കുന്ന തേജസ് ഈ ശരീരത്തിൽ കൂടി കടന്നു ചെല്ലണമെന്നുള്ളതായ ആഗ്രഹം, ഈ ശരീരത്തിൽ കൂടി ഓരോ അവയവങ്ങൾ കൂടെയും വിശുദ്ധി പ്രസരിപ്പിച്ചുകൊണ്ട് എൻ്റെ കരുണയുള്ള കർത്താവിന് വേല ചെയ്യണമെന്നുള്ളതായ ദാഹം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്ത് പറയുന്നു? ഈ ശരീരം അശുദ്ധി കൊടുക്കാനുള്ളതല്ല, ഈ കണ്ണ് അശുദ്ധമായി നോക്കി കാണാനുള്ളതല്ല, ഈ നാവ് അശുദ്ധി സംസാരിക്കാനുള്ളതല്ല, ഈ വായ, ഈ ചുണ്ട് അശുദ്ധി നുകരാനുള്ളതല്ല. സ്തോത്രം. എൻ്റെ കാതുകൾ അശുദ്ധ വാക്കുകളോ അസഭ്യ വാക്കുകളോ അശ്ലീല വാക്കുകളോ അവിശ്വാസ വാക്കുകളോ കേൾക്കാനുള്ളതല്ല. യേശുവിനായി കൊടുത്തുപോയി, എല്ലാം കൊടുത്തുപോയി. എൻ്റെ കൈകൾ അരുതാത്ത ചെയ്യാൻ നിർവാഹമില്ല. ഈ കൈ യേശുവിന് കൊടുത്തുപോയി, വിറ്റുപോയി. സ്തോത്രം. സഹോദരങ്ങളെ, ഈ ഒരു ബോധം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ജയിച്ചു. ഒന്നും പിന്നെ പേടിക്കാനില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നും ഭയപ്പെടാനില്ല. എതിർപ്പുകളൊക്കെ വരും, തെറ്റിദ്ധാരണ വരും, ആളുകൾ പരിഹസിക്കും, കളിയാക്കും. പക്ഷേ ഒന്നും നമ്മെ തൊടുകയില്ല. എന്തുകൊണ്ട്? നാം യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിലാണ്. നാം ഒരു തീമതിലിനുള്ളിലാണ്. തീമതിലിനുള്ളിൽ നാം ജീവിക്കുന്നു. ആ തീമതിൽ ഭേദിച്ച് അകത്ത് കിടക്കാൻ ഒരു ശത്രുവിനും സാധ്യമല്ല. സ്വർഗത്തിൻ്റെ തീമതിൽ, സ്വർഗത്തിൻ്റെ തീജ്വാല നമുക്ക് ചുറ്റും മിന്നിക്കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തു തിരക്തത്തിൻ്റെ വലയം നമ്മുടെ ചുറ്റും, ആ വലയം ഇങ്ങനെ ജ്വലിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ആർക്ക് കിട്ടും ഇത്? ദൈവങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യമാണത്. ദൈവങ്ങൾക്ക് കിട്ടേണ്ട ഭാഗ്യമാണ്. സ്തോത്രം. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ളതായ വാസ്തവമായ ഭാരം വരും. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മാത്രമല്ല അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കും. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറാണ്. പക്ഷേ അവിടെ ആത്മാവിന് വേണ്ടി ചിന്തിക്കുന്നുണ്ടോ? മോന് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയോ? അല്ല മോൾക്ക് നല്ല വിവാഹം നടന്നോ? നല്ല സമ്പന്നനായ ചെറുപ്പക്കാരനാണോ കിട്ടിയത്? നല്ല സ്വത്തുള്ള, നല്ല വലിയ ഭയങ്കര പോഷായ വളരെ
ആഡംബര പ്രവൃത്തിയോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരിയാണോ കിട്ടിയത്? അതിലൊക്കെയാണ് പ്രശംസ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നിങ്ങളോട്, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിവാഹം ആലോചിക്കുമ്പോൾ നിങ്ങൾ യേശു ഉള്ളൊരു ദൈവത്തിലാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു കൊള്ളണം. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും എൻ്റെ കർത്താവിനെ അറിയുന്ന ഒരാളാണോ എന്ന് അന്വേഷിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ നഷ്ടമാണ്, പോക്കാണ്. മക്കളുണ്ടാകുന്ന മക്കളെല്ലാം അപകടത്തിൽ പോകും. മക്കൾക്കുണ്ടാകുമായിരിക്കും, പക്ഷേ എല്ലാം നാശത്തിലേക്ക് പോകും. അത് ഇതുവരെ സാധിച്ചില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ കർത്താവേ, യേശുവുള്ള ഒരപ്പനായി ഞാൻ ജീവിക്കും, യേശുവുള്ള ഒരമ്മയായി ഞാൻ ജീവിക്കും, യേശുവുള്ള ഒരു ദൈവദാസിയായി ഞാൻ ജീവിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാനിട വരരുത് കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങൾ നാനാ വിധത്തിൽ തെറ്റിത്തെന്നി പോകാനിട വരരുത് കർത്താവേ. നീ പിടിച്ചുകൊള്ളണമേ. പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ പ്രിയപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വെറുതെ കേട്ടു പോവല്ലേ? ഉണ്ടോ നിങ്ങൾക്ക്? യേശു ക്രിസ്തുവിൻ്റെ കൈകൾ ആയുധമാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മിന്നുന്ന അമ്പായി അവൻ്റെ തുണിയിൽ കിടക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവൻ്റെ ആവനാഴിയിലെ മിന്നുന്ന അമ്പ്, ജ്വലിക്കുന്ന അമ്പായി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ ജ്വലിക്കുന്ന അമ്പ് നിങ്ങൾ തൊടുത്തു വിടുമ്പോൾ ശത്രുവിനെ നെഞ്ച് പിളരും. ദാവീദിൻ്റെ അവനിൽ നിന്ന് ഒരു കല്ല് പാഞ്ഞു ചെന്നപ്പോൾ മലനായ ഗോലിയാത്ത് തലറി വീണല്ലോ. ദാവീദ് ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് അവൻ്റെ വാൾ ഊരിയെടുത്ത് അവൻ തല വെട്ടിയല്ലോ. ഗോലിയാത്ത് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ വെട്ടിയെന്നുള്ളതല്ല, അതിനേക്കാളും അപ്പുറത്ത് വലിയ വലിയ ആശയങ്ങളുണ്ട്. ഭീകരന്മാർ, മുഷ്കരന്മാർ, വലിയ പേടി സ്വപ്നം ഉണ്ടാക്കുന്നവർ, ഭയങ്കരന്മാർ, ഭീകരനായ പിശാചുക്കൾ, ഘോര പിശാചുക്കൾ നിനക്കെതിരെ വന്നാലും നിനക്കൊരു കൂസലുണ്ടാവുകയില്ല. കാരണം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സ്ഥലത്ത് വലത്തേയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നതാണ് കർത്താവ് പറഞ്ഞത്. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കൂ, കർത്താവ് എനിക്ക് യേശുവിൻ്റെ ഒരു പ്രിയദാസനായി പ്രിയദാസിയായി ഊഹിച്ചല്ല കർത്താവെ, ശരിക്കും യേശുവിൻ്റെ ഉള്ളത്തിലുണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകളും വിചാരങ്ങളും നോക്കി എൻ്റെ ജീവിതത്തിൽ യേശു ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട്, എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്താ എന്ന് ഞാൻ ശോധന ചെയ്തുകൊണ്ട് എനിക്ക് യേശുവിൻ്റെ സാക്ഷിയായി ഈ തലമുറയിൽ നിൽക്കണം കർത്താവെ, അതിനുള്ള കൃപ എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ, എല്ലാവരെയും കൃപയിൽ പൊതിയണമേ, രക്തത്താൽ ശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതനാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.